മരിച്ചുപോയ ആൾക്ക് ഇവിടെ അക്കൗണ്ട് ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അയാളുടെ കൂടെ വേറെ ആരെങ്കിലും വന്നിരുന്നോ? ഒറ്റയ്ക്കാണ് വന്നത്. പക്ഷേ എൻ്റെ ഒരു ക്ലയൻറ്റ് ലിഫ്റ്റിൽ കയറിയപ്പോൾ ഇവന് ആ കൂടെ കയറി. ഐ സി. ആ ക്ലയൻ്റ് ആരാണെന്ന് ഒന്ന് പറയാമോ? സ്റ്റീഫൻ രാജ് എന്നൊരാൾ. സ്റ്റീഫൻ രാജ്? യെസ്. ബോംബെ ഓറിയന്റൽ എക്സ്പ്ലോസീവ്സ് കമ്പനി മാർക്കറ്റിംഗ് മാനേജർ? അതെ, അദ്ദേഹം തന്നെ. അയാൾ എവിടെയാണ് താമസിക്കുന്നതെല്ലാം പറഞ്ഞിട്ടാണ് പോയത്? ഇല്ല സാർ, അദ്ദേഹത്തിൻ്റെ ലോക്കർ ക്ലിയർ ചെയ്ത് പോയിന്ന് മാത്രമേ അറിയൂ. കെട്ടിയിട്ടാണോ ഒരുത്തനെ തല്ലുന്നത്? എന്റെ ഭാര്യയുടെ മേത്ത് നീ ചാരായ ഒഴിക്കൂലേ? കൊള്ള റാസ്കൽ. ബാക്കിയുള്ളവരുടെ താങ്ക്സ് സാർ. ഇതാണ് എൻ്റെ പ്രശ്നം. ഒന്നും എനിക്ക് ഓർമ്മയില്ല. എന്തിനാ എല്ലാവരും എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പോലീസിന്റെ സഹായം? ചിലപ്പോൾ ഞാനൊരു ക്രിമിനൽ ആണെങ്കിലോ? നോ, ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലാവുന്നവരെങ്കിലും ഞാൻ പോലീസിലെ സറണ്ടർ ആവാൻ തയ്യാറല്ല. സർ, നിങ്ങളെൻ്റെ ജീവൻ രക്ഷിച്ചു. നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ ഉറപ്പായിട്ട് ചെയ്തു തരാം. താങ്ക് യു. ആദ്യം തന്നെ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് മാറി വേറെ ഏതെങ്കിലും സ്ഥലം കണ്ടുപിടിക്കണം. അതിനെന്നെ സഹായിക്കാൻ പറ്റൂ? ഓ, തീർച്ചയായും സാർ. സർ, ക്യാൻ ഐ ഹെൽപ്പ് യു? യെസ്. സ്റ്റീഫൻ രാജ് എന്ന് പറഞ്ഞ ആരെങ്കിലും ഇവിടെ താമസിക്കുന്നുണ്ടോ? ഉണ്ടായിരുന്നു, ബട്ട് ഇപ്പൊ വെക്കേറ്റ് ചെയ്ത് പോയതേ ഉള്ളൂ. സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയിട്ട് എൻ്റെ ഫ്രണ്ടിനൊരു ഹോട്ടലുണ്ട്. അവിടെ നിങ്ങൾ രണ്ടുപേരും സുരക്ഷിതരായിരിക്കും. താങ്ക് യു.
അല്ല ചേട്ടാ, നമ്മൾ എങ്ങോട്ടായി പോകുന്നത്? ആട് വയ്ക്കാൻ പോണു. ഏയ്, ഈ ചോദ്യത്തിന്റെ ആവശ്യമുണ്ടോടാ? ഇല്ല ചേട്ടാ, നമ്മൾ എവിടെ പോകണമെന്ന് അറിഞ്ഞാൽ അതിനനുസരിച്ച് സെറ്റപ്പ് ആയിട്ട് ഡ്രസ്സ് ഇടായിരുന്നല്ലോ. എൻ്റെ ലൈഫ് ഒരു പ്ലാൻഡ് ലൈഫാണല്ലോ. പിന്നെന്താ ഇങ്ങനെ പോകുന്നേ? എൻ്റെ സൗന്ദര്യത്തിനും എൻ്റെ ബുദ്ധിക്കും എൻ്റെ സ്റ്റൈലിനും എൻ്റെ അഭിനയത്തിനും ഈ നാട്ടിലെ ഏറ്റവും വലിയ നടനാവാൻ പോവുക. സീ ദ ഫോട്ടോഗ്രാഫ്. ഈ മുഖം സോപ്പിന്റെ പരസ്യത്തിന് പോലും കൊള്ളില്ല. എന്നാ പിടി. ഇതെനിക്ക് മാത്രം കിട്ടിയ ഇൻസൾട്ട് അല്ല, എല്ലാ വലിയ നടന്മാർക്കും ഈ ഇൻസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ടോൾ ഗേറ്റ് ചെക്ക് പോസ്റ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് പോലീസായിരിക്കില്ലേ? അളിയാ, എന്താ നോക്ക്. ചേട്ടാ ഞാൻ ഇറങ്ങട്ടെ? എപ്പോഴാടാ നീ വാനിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്? ചാടിയിട്ടല്ലേ ഉള്ളൂ. ചേട്ടാ ഞാനും കൂടി. രണ്ടുപേരും ചെല്ലടാ. എന്താ സാറോട് വണ്ടി നിർത്തിക്കുന്നേ? അയ്യോ കാരണവരെ, ഞങ്ങളൊരാളെ അന്വേഷിക്കുക, അതുകൊണ്ടാണ് എല്ലാ വണ്ടിയും ചെക്ക് ചെയ്യുന്നത്. മതിയോ? പോടോ. അവരാരെ അന്വേഷിക്കാന്നാ പറയണേ? അളിയനെയാണോ അന്വേഷിക്കുന്നത്? നിന്റെ ഫോട്ടോയ്ക്ക് കേസിൽ വെക്കാനാണോ? പോലീസുകാരന്റെ അമ്മായിച്ചനെ സിനിമ പ്രൊഡ്യൂസറാ. അയാളോട് പറഞ്ഞ് നിനക്കൊരു വേഷം മേടിച്ചു തരാം. എന്ത് വേഷ? ജയിൽ പുള്ളി. പടത്തിന്റെ പേര്? ജീവപര്യന്തം. അയ്യോ, അവാർഡ് കിട്ടുമെന്ന് തോന്നുന്നു. ഇതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കളർ ഫോട്ടോ കൊടുക്കായിരുന്നു. അതിന് തൂക്കയറാ. ഏയ്, പോയി നോക്ക്. എന്ത്? കുറച്ചു നേരം കഴിഞ്ഞാൽ ബഹുമാനമൊക്കെ പോവും. അതിനുമ്പ് പോവാം. എന്നെ പറ്റി അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേക്കെ. എന്താ സാറേ, വല്ല രാഷ്ട്രീയക്കാരുടെ പരിപാടിയുണ്ടോ? അതൊന്നുമല്ല, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഒരുത്തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അല്ല, നിനക്ക് എന്താ വേണ്ടേ? 5 രൂപയുടെ ചില്ലറ വേണം. നിങ്ങളുടെ ഒരു കാര്യം എന്താണെന്ന് അറിഞ്ഞാൽ നിങ്ങളെ ഒന്ന് സഹായിക്കാമല്ലോ എന്ന് കരുതി. ആയിക്കോട്ടെ. ഇവനെ കണ്ടിട്ടുണ്ടോ? ആ, കണ്ടിട്ടുണ്ട്. എവിടെ? ഫോട്ടോയില്. ആ രഘു, ആ ഫോട്ടോ ഫോട്ടോ കണ്ടു. സാർ അവിടെ നിൽക്കേ, ഞാൻ അങ്ങ് കൊടുത്തോളാം. വണ്ടിയല്ല അവിടെ നിർത്താൻ പറ. ആ, നിർത്ത്. ഇതാ സാറേ. ആ സാർ, നല്ലപോലെ അന്വേഷിക്കണം. ശരിക്കും നന്നായിട്ട് തന്നെ വേണം, എന്നാലേ എസ് ഐ ആകാൻ പറ്റൂ. ഓക്കെ. പിന്നെ നീയൊക്കെ എന്നും കോൺസ്റ്റബിൾ ആയിരിക്കും. അളിയ, എന്തായി? അത് ഒന്നുമില്ല. പോലീസുകാരന്റെ മോളുടെ കല്യാണം. ബാൻഡ് മേളം വായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ചെയ്യാന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഇയാൾ എന്താ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? ഞങ്ങളല്ലേ വായിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ വായിക്കായിരിക്കും വേദന. എടാ, വായൊക്കെ റെഡിയല്ലേ? ബാൻഡൊക്കെ റെഡിയല്ലേ? റെഡി. ചേട്ടാ, ചെക്കൻ്റെ വീട്ടിലാണോ വായിക്കേണ്ടത്? ചെക്കൻ അവര് വായിച്ചോളാന്ന്. നമ്മൾ പെണ്ണിന് മാത്രം വായിച്ചാൽ മതി. നാദസ്വര കച്ചേരി വരെ ഉണ്ടെന്നാ പറയുന്നേ. ചേട്ടാ, എല്ലാം നന്നായി നടക്കുമല്ലോ അല്ലേ? എന്താ ചേട്ടാ കരയുന്നേ? അവസാനമായിട്ട് നിന്നെ ഒന്ന് കണ്ടോട്ടെ. ബുഹാരി രാഗം വരെ മറന്നുപോയി. വരൂ. ഓ, ഇവനെന്തിനാ പട്ടി തലയിട്ട് നോക്കുന്ന പോലെ നോക്കുന്നേ? ഞാൻ തന്നെയാ. പെണ്ണിന്റെ അല്ല, അച്ഛനാണ്. മാമനാ. ഏ, നീ നന്നായി വായിക്കുമെന്ന് ഞാൻ പറഞ്ഞു. നിന്നെ നേരിട്ട് കണ്ട് കൊണ്ടുപോകാൻ വന്നിരിക്കുകയെന്നേ. റേറ്റ് ഒക്കെ എന്നോട് സംസാരിക്കണം. അതിനെന്താ സംസാരിക്കാൻ? താഴേക്ക് വാ. വലിയ ആൾക്കാരെയാണല്ലോ ആ, പിടിച്ചേക്കുന്നത്. അതൊക്കെ പിന്നെ അറിയാടാ എന്തൊക്കെ ഉണ്ടാകാൻ പോകുന്നു. എമൗണ്ട് എത്ര നേരം? 1 വർഷം. 1 വർഷം? കുട്ടി ഉണ്ടാവുന്നവരെ വായിക്കണമെന്ന് തോന്നുന്നല്ലോ. നീങ്ങി വാ, ബാക്കി വണ്ടിയൊക്കെ പോട്ടെ. ഒന്ന് മുഖം മാറ്റിക്കോ. എന്താ ചേട്ടാ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നത്? അവിടെ വെച്ചാടാ കല്യാണം. വാ, നീ പെട്ടെന്ന് ചെല്ലേ. വേഗം ചേട്ടാ, കല്യാണം നടക്കട്ടെ. ചേട്ടാ. ഓ, വേഗം വണ്ടി വിട്ടോ. എന്താ ഇത്? അയാളെ പിടിച്ചിട്ട് പോയല്ലോ. കുറച്ച് നാള് ജയിലിൽ കിടക്കട്ടെ. അവിടെ നല്ല ഭക്ഷണമൊക്കെ അല്ലേ? ശരി, അടുത്തിനി എന്താ ചെയ്യാൻ പോകുന്നേ? ആ കരാട്ട് മാസ്റ്റർ പറഞ്ഞ റീനയെ പോയി കാണണം.